നമസ്കാരം. കോഴിക്കോട് MESന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നടക്കാവിലുള്ള ഫാത്തിമ ഗഫൂർ മെമ്മോറിയൽ വനിതാ കോളേജും ഇതോട് ചേർന്നുള്ള 79 സെന്റ് സ്ഥലവും ഉപാധികളില്ലാതെ ഒഴിഞ്ഞുകൊടുക്കാൻ ഹൈക്കോടതി വിധി. 2025 ഫെബ്രുവരി 26-നകം ഒഴിഞ്ഞുകൊടുക്കാനാണ് വിധി പ്രസ്താവിച്ചത്. നിലവിൽ വഖഫ് നിയമപ്രകാരം വഖഫ് ട്രിബ്യൂണൽ MES കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ MESന് 2025 ഫെബ്രുവരി 26 വരെ സമയം നൽകരുതെന്നും 2014 മുതൽ വാടക കുടിശ്ശിക ലഭിക്കുന്നതിനായുള്ള ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകിയതായി പുതിയ പന്മാണി ചിന്തകം വഖഫിന്റെ ഭൂമി നടത്തിപ്പുകാരൻ PP കോയട്ടി ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1975 മാസ വാടകയ്ക്ക് നൽകിയ കെട്ടിടവും സ്ഥലവും പിന്നീട് നിരവധി തവണ വഖഫ് നടത്തിപ്പുകാർ വാടക വർധനവ് ആവശ്യപ്പെട്ടിട്ടും MES അധികൃതർ തയ്യാറായില്ലെന്ന് PP കോയട്ടി പറഞ്ഞു. സ്ഥലം ഒഴിഞ്ഞുകൊടുക്കാൻ നേരത്തെ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. എന്നാൽ MESനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. അതിനെ തള്ളിയാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി. British government justice for peace Western and the Arctic Mandum TV investigasi 1934 വഖഫ് ചെയ്തതും അന്ന് മുതൽ പുതിയ നിർമ്മാണത്തിലും വഖഫിന് കൈവശം വെച്ച് വരുന്നതിനുള്ള നടക്കാവിലുള്ള 79 സെന്റ് സ്ഥലം 1925 കോടതി receiver അറിയിക്കുന്ന അഡ്വക്കേറ്റ് V. അഫ്സൻ ഗോയന്നിവർ 150 രൂപ വാടക നിശ്ചയിച്ചു. വനിതാ കോളേജ് നടത്തുവാനായി വളരെ അനുമതിയുണ്ടായി. പിന്നീട് 1991 2720 രൂപ വാടക തന്നു തുടങ്ങി. ഇപ്പോഴും ഇതാണ് വാടക. പ്രസ്തുത സ്ഥലം വഖഫിന്റെ സർക്കാരിന് കൊണ്ടും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകൻ നടത്തിപ്പുകാരനായ ഞാൻ കൊല്ലങ്ങളായി MES മാനേജ്മെന്റുമായി വാടക വർധനവിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഈ ആവശ്യത്തെ അവർ നിരാകരിക്കുക മാത്രമല്ല നിയമം കൊണ്ട് നേരിട്ട് വെല്ലുവിളിക്കുകയും ഉണ്ടായി. പ്രസ്തുത സ്ഥലത്തിന് കോഴിക്കോട് നിലത്തിലെ വാടക എത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയാറുണ്ട്. ഏകദേശം 4000 മുതൽ 5000 രൂപ വരെ സെന്റിന് വാടക സ്ഥലമാണ്. ഞങ്ങളുടെ നിരന്തരമായ ഈ ആവശ്യത്തെ MES മുഖവിലക്കെടുക്കാത്തത് കാരണം വിഷയം ഞാൻ ഗൗരവത്തിലെടുക്കുകയും സുപ്രീം കോടതി അഡ്വക്കേറ്റ് PG മാർഷൽ ഹൈക്കോടതിയെ സമീപിക്കുകയും നിരന്തരമായ നിയമ പോരാട്ടത്തിന്റെ ഒടുവിൽ വഖഫിന് അനുകൂലമായ വിധി സമ്പാദിക്കുകയുണ്ടായി. ഹൈക്കോടതി വിധി പ്രകാരം MES ഉപാധികളില്ലാതെ വഖഫിന് പ്രത്യേക പ്രസ്തുത സ്ഥലം 2025 ഫെബ്രുവരി 26 മുമ്പ് ഒഴിഞ്ഞു തരുവാൻ വിധിയായിരുന്നു. എന്നാൽ വഖഫ് നിയമപ്രകാരം MES കയ്യേറ്റക്കാരാണ് എന്ന് ഇതിനു മുമ്പ് വിധിച്ച വിധിയുടെ അടിസ്ഥാനത്തിൽ 2014 വാടക പഞ്ചായത്തിന്റെ പേരിലും MESനെ ഉടനെ ഒഴിപ്പിക്കുവാനായി ഞങ്ങൾ ഹൈക്കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ വിവരം വഖഫിന്റെ ഇപ്പോഴത്തെ കുറ്റപത്രങ്ങളായി അറിയിക്കും. 2014 മുതൽ 2024 വരെ വാടക ഈ വക്കപ്പിന് കൊടുത്ത സ്ഥലം നിങ്ങൾ വേറാക്ക് കൊടുക്കുക. വക്കപ്പ് ചെയ്ത സ്ഥലം
വാടകയ്ക്ക് കൊടുക്കാം. വക്കഫിന്റെ സ്ഥലം വാടകയ്ക്ക് കൊടുക്കും. ബോർഡിന് 7% ഞങ്ങൾ കോൺട്രിബ്യൂഷൻ കൊടുക്കണം ഈ വാടക. മറ്റ് ജില്ലാലും മറ്റ് സ്ഥാപനങ്ങളുണ്ട് അന്ന് പ്രത്യേക സാഹചര്യത്തിൽ കോടതി ഈ അസംഭവ അഡ്വക്കേറ്റിന് റിസീവറായിട്ട് ലഭ്യമാണ്. അദ്ദേഹമാണ് ഇത് ചെറിയ വാടകയ്ക്ക് തീരുമാനിച്ചിട്ടില്ല. ഒഴിഞ്ഞ് കിട്ടിയതിന് ശേഷം തീരുമാനിക്കേണ്ട സർട്ടിഫൈഡ് കോപ്പി കിട്ടിയത് കഴിഞ്ഞ ആഴ്ചയാണ്. വിധി പറഞ്ഞത് ഒക്ടോബർ ലാസ്റ്റാണ്. ഒന്നും പോയിട്ടില്ല എന്നല്ല പോയിട്ടില്ല കൊടുത്തിരിക്കാം. കാരണം പകർത്തൂർ പ്രകാരം കയ്യേറ്റക്കാരാണ്. അപ്പം ഉടനെ ഒഴിവായി കൊള്ളുന്നതാണ് പക്കത്തൂർ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ എല്ലാവർക്കും എഴുതാണ്. അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ജസ്റ്റിസ് ഫോർ ഈസ് പുരസ്കാരം ചെയ്ത് കൊടുത്ത ആളാണ്. അത് ഫാമിലി ആണ്. അതിന്റെ മുകളിൽ തന്നെ ധർമ്മത്തിന് കൂടി ഇത് ഏത് കാലം വരെയാണ് വാടക? എത്ര കാലം വരെ?